Welcome to the game Last Day on Earth. നമുക്ക് വെൽക്കം ബോണസായിട്ട് കുറച്ച് ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. ഈ ഫിഷൊക്കെ കിട്ടിയിട്ടുണ്ട്. ഫിഷ് ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതെന്താ? ക്യാറ്റ് പ്ലേ പെൻ ഈസ് നോട്ട് ഫിനിഷ്ഡ്. ആയിക്കോട്ടെ, ഇത് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഫോട്ടോ. വേർ വി ക്യാൻ ബിൽഡ്. ഭിത്തിയിൽ ഒട്ടിച്ച് വയ്ക്കാൻ പറ്റുന്ന ഒരു സെസ്കി ഫോട്ടോ. നോക്കട്ടെ, ഇപ്പോൾ ഫോട്ടോ നോക്കട്ടെ. വാവ്. ഇനി നമുക്ക് വേണ്ടിയത് ഗണ്ണുണ്ട് നമ്മുടെ അടുത്ത്. ഗണ്ണുണ്ട് നമ്മുടെ അടുത്ത്. ഫ്യൂവലുണ്ട്. പിന്നെ ഈ ഫിഷിന് നമുക്ക് എടുത്തതാ ഇവിടെ വെച്ചേക്കാം. തൽക്കാലം കഴിക്കണ്ട, അവിടെ വെച്ചേക്കാം. ഫുഡ്, വെള്ളം എല്ലാം മാറ്റി വെച്ചു. നമുക്ക് നേരെ ബ്രിക്ക് നമ്മൾ ഇവിടെ വയ്ക്കുന്നു. തടി ഇവിടെ വയ്ക്കുന്നു. തടി നമുക്ക് അവിടെ വയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ പോയിട്ട് തടി നമുക്ക് ഇവിടെ വെച്ച് നോക്കാം. ഓക്കെ, ഇനിയുള്ളത് നമ്മുടെ ബാഗിൽ എന്തുണ്ട്? ക്യാനുണ്ട്. ഓക്കെ, ഫ്യൂവൽ ക്യാൻ. യെസ്, അത് നമ്മളിവിടെ വെച്ചു. ഈ കിറ്റു സാധനം നമ്മൾ തൽക്കാലത്തേക്ക് ഇങ്ങോട്ട് വേണ്ട, നമ്മളതിൽ തന്നെ ഇരിക്കട്ടെ. നമുക്ക് അത് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കി വെക്കാം. നമുക്കിവിടെ എന്തൊരു സംഭവം കാണിക്കുന്നുണ്ട് അത് ബിൽഡ് ചെയ്യാനായിട്ട്. ക്യാറ്റ് പ്ലേ പെൻ ലെവൽ 1 ആയിക്കോട്ടെ. വേണ്ടി ഇത്രയും സാധനങ്ങളാണ്. ഇവിടെ ടേപ്പ് കുറവാണെന്ന് തോന്നുന്നു. പിന്നെ ഈ സ്ക്രൂവും കുറവാണ്. ശരി, നമ്മളിവിടെ ഒരു സാധനം വേണ്ട, തടി വേണ്ട, അവിടെ ഇരിക്കട്ടെ. കളക്ട് ചെയ്തു. നമ്മൾ പോകുന്നു, പിന്നെയും എടുത്ത് നോക്കുന്നു. ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ക്യാറ്റ് സെറ്റപ്പ്സ് ഇത്ര സാധനങ്ങൾ മിസ്സിംഗ് ആണ്. ഓക്കെ, എനിവേസ് നമുക്ക് ഈ കിട്ടിയ റിസോഴ്സ് എല്ലാം നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്കത് പിന്നീട് ബിൽഡ് ചെയ്യാം. പിന്നെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് എവിടെയൊക്കെ നോക്കട്ടെ. എന്തൊക്കെയാണ് കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്യാൻ പറ്റുന്നത്? ബോക്സ് ഈവൻറ്റ് സീസൺ. ഇത് ടേക്ക്. പിന്നെ ഉള്ളത് ഈവൻസിൽ എന്താ കാണിക്കുന്നത്? അവിടെ ഗോൾഡ് റഷ്. ഓക്കെ, ഡോഗ് ബ്രീഡർ. ഇൻബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളത്? ടെക്. ഓക്കെ, ക്ലോസ്. വെപ്പണിൻ്റെ അടുത്ത് ഇതൊരു വെപ്പണാണ്. ഗുഡ് വെപ്പൺ ആയിരിക്കും അല്ലേ? ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് വർക്കേഴ്സ് ബെഞ്ചിൽ ഈ സാധനം കൊണ്ടുവയ്ക്കാം. ഗ്രനേഡൊക്കെ ആവശ്യമായിട്ട് വരും, ഇപ്പോൾ വേണ്ട. ഇത് ഗ്രനേഡ് തിരിച്ചു വെച്ചു. നമ്മുടെ കയ്യിൽ വെപ്പണുണ്ട്. ഫുഡ് കഴിച്ചോളൂ, വിശക്കുന്നുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചോളൂ. ഫുഡ് കഴിച്ചു, വെള്ളം കുടിച്ചു. ഇനിയുള്ളത് ബാഗുണ്ടോ നോക്കട്ടെ. ബാഗില്ല, ബാഗ് കാണുന്നില്ല. നമ്മുടെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നു തോന്നുന്നു. ഇവിടെ നമ്മുടെ ഡെഡ് ബോഡീസ് എന്തെങ്കിലും ഉണ്ടോ? യെസ്, ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? യെസ്, നമ്മുടെ ബാഗുണ്ട്. എക്യുപ്പ്. ഓക്കെ, ദിസ് വൺ വി വിൽ എക്യുപ്പ്. തൽക്കാലം ഇത് എക്യുപ്പ് ചെയ്യാം. ഇരിക്കട്ടെ. നമ്മൾ നേരെ ഇവിടെ കൊടുക്കുന്നു. ലെറ്റ്സ് മൂവ്. അത് നല്ലൊരു വെപ്പണാന്ന് തോന്നുന്നു കണ്ടിട്ട്. സോ നമുക്കിന്നിപ്പോൾ വേറൊരു മാപ്പിൽ പോയിട്ട് അടിയൊക്കെ മേടിച്ച് തിരിച്ചു വരാം. കമ്മ്യൂൺ സ്പിരിറ്റ്. അങ്ങോട്ടേക്ക് പോകണം. ഗോ ടു ദ പൈൻ ബുഷസ്. അവിടെ ഒരു പൈൻ ബുഷസിനകത്ത് ചെല്ലാനാണ് പറയുന്നത്. റൈഡർ ക്യാപ്ചറിനകത്ത് പോകാൻ കുഴപ്പമില്ല. പുട്ടുകുതിര മാപ്പ് ഔട്ട് ഓഫ് 12 ഫ്രാഗ്മെൻറ്റ്സ്.
ഗോ ഹോം. ഒരു കമ്മ്യൂൺ. നമുക്കൊന്ന് പോയി നോക്കിയാലോ എന്നൊരു ആലോചന. കമ്മ്യൂൺ. ഇത് റൈഡേഴ്സ് ക്യാപ്ചർ. കൂടെ പോയി നോക്കാം. ലവന്മാരെ തട്ടണം. അതാണ് മെയിനായിട്ടുള്ളൊരു ടാസ്ക് നമുക്കുള്ളത്. പതുക്കെ പതുക്കെ പോയിട്ട് ഓരോരുത്തരും തട്ടിയാൽ മതി. ബട്ട് എനിക്ക് തോന്നുന്നു ഈ വെപ്പൺ കുറച്ച് നല്ലൊരെണ്ണം ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. സംഭവം കൊള്ളാം. ഒരു മ്യാരകമായിട്ടുള്ള വെപ്പൺ തന്നെയാണ്. തൽക്കാലം ഇത് വിട്ടിരിക്കട്ടെ. ആവശ്യമുള്ളത് മാത്രം എടുത്താൽ ഇത്. ഓക്കെ ഓക്കെ. അവനല്ലേ ഇപ്പം ഇറങ്ങി പുറത്തോട്ട് പോയിരിക്കുന്നത്. റൈഡർ അല്ലേ പുറത്തു പോയത്. രക്ഷപ്പെട്ടെന്നൊന്നും കരുതണ്ട. അവൻ്റെ കയ്യിലുള്ള വെപ്പൺ ഞാൻ കണ്ടിട്ടില്ല. കണ്ടുവരുത് എന്നിവിടെ കാവൽ നിൽക്കുന്നു പട്ടി. യൂസ് ആൻഡ് ത്രോ. നമ്മൾ ശരിക്കും ഈ സാധനം വെച്ച് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അവൻ്റെ ഒരു നല്ലൊരു വെപ്പണാണ് ഇരിക്കുന്നത്. ഓഫ്. നമ്മൾ മെഡിസിൻ അടിച്ചിട്ടും നമ്മൾ ഡെഡായിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. പക്ഷെ നമ്മുടെ നല്ലൊരു വെപ്പൺ പോയിട്ടുണ്ട് കയ്യിൽ നിന്ന്. എത്രയും പെട്ടെന്ന് തിരിച്ചു പോവുക, ഗണ്ണെടുക്കാം, അല്ലാണ്ട് നടക്കില്ല. ടൈമില്ല. തീർക്കാം. നടക്ക് പുറത്ത് യുദ്ധം. റൈഡേഴ്സ് ക്യാപ്ചർ. വിട്ടുതാടാ എൻ്റെ ഗണ്ണും ആയുധങ്ങളും. നമ്മുടെ കയ്യിൽ വേറൊന്നുമില്ല. ജസ്റ്റ് സൗണ്ട് കേട്ട് ഓടി വരുമല്ലെന്ന് പ്രതീക്ഷിക്കുന്നു.
ഏതെങ്കിലും ചെറിയ വെപ്പൺ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അടിച്ചു കൊല്ലാം. കാരണം എന്നിട്ട് കുറച്ച് യൂസ് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ സംഭവമില്ല. ഓടിക്കോ. രക്ഷയില്ല. ജസ്റ്റ് മിസ്. തിരിച്ചു വരും. ഇപ്പം തിരിച്ചു വരാം. 15 കൊടുത്താൽ മതി എനർജി. അതുകൊണ്ട് എൻ്റെ ഒരു തവണ നമ്മൾ ഇവരെ ഡിഫീറ്റ് ചെയ്തതായിരുന്നു. തോപ്പിച്ചിട്ട് നമ്മുടെ പമ്പ മുതലാളിയുടെ കാൽക്കൽ കൊണ്ടിട്ടാണ് ഇവരെ. പക്ഷേ എന്താ പറ്റിയെന്നറിയില്ല. ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. എക്യുപ്പ് വേണ്ട. ലൈഫ് വെള്ളം തിരിച്ചു വെച്ചു. ഇത് 31 ഓക്കെ, അത് കൊള്ളാം. കുറച്ച് സ്റ്റോറേജ് കൂടിയത്. ഓക്കെ, ഗുഡ്. Entering to the pine bushes. നമ്മുടെ ഡെഡ് ബോഡി അവിടെ ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു. കാരണം നല്ലൊരു വെപ്പണായിരുന്നു നമുക്ക് അവിടെ കിട്ടിയിരുന്നത്. സോറി ഗൈസ്. ഒന്നും അറിഞ്ഞുകൊണ്ട് ആണ് ചെയ്തത്. ബാഗില്ല, ഒന്നുമില്ല. ശരി, ഓർഡറാ. ഈ വണ്ടിയുടെ സൗണ്ടിൽ കേട്ടെ. പോലെ ചേട്ടാ പോലെ. പക്ഷെ ഞാനിതൊരു വണ്ടിയുടെ സൗണ്ട്, ഹോൺ അടിക്കുന്നത് ഞാൻ കേട്ടു. എന്തോ ഉണ്ട്. വണ്ടി സാധനം എവിടെയോ ഉണ്ട്. നമുക്ക് ജനറേറ്ററൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടുവന്നിരിക്കുക. സീന് സാധനം. നൈസ് ഗണ്ണ്. ഡബിൾ ബാരൽ. ആരാ വരുന്നേ? സീന്. എൻ്റെ പഴയ ഡെഡ് ബോഡിയുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഇവരുടെ ഡെഡ് ബോഡിയൊക്കെ പോയോ? തല വേറെ കാല് വേറെ ആയിപ്പോയല്ലോ. സോറി ഗൈസ്. എൻ്റെ പഴയ ആയുധങ്ങളൊക്കെ പോയെന്ന് തോന്നുന്നു. ഡെഡ് ബോഡിയിൽ ഒന്നും കാണാനില്ല. ഇത്ര ഐറ്റംസ് എടുത്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് ഒരു ബാഗ് എന്തായാലും വേണ്ടി വരും. ബാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റ് പ്ലക്കണം. സോറി, ഇൻവെൻ്ററി ഫുള്ളാണോ?
ബാക്ക് പാക്ക് എടുത്തു. ഗുഡ് ജോബ്, ഗുഡ് ജോബ്. ഡബിൾ ബാരലൊക്കെ പറക്കും സാധനം കേട്ടോ. ഡബിൾ ബാരൽ തീ സാധനം, സീൻ സാധനം, സീൻ. ഇനി നമുക്ക് എന്താ മോനെ, എന്താ പ്രശ്നം എന്താ നിൻ്റെ? ഇനി ഇവിടെ വെച്ചായിരുന്നു ഞാൻ ഡെഡായത്. എന്നിട്ടും എൻ്റെ ഈ സാധനങ്ങൾ എടുക്കാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, ആ പ്രോബ്ലം. ഇവിടെ നിരക്കാളൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി തിരിച്ചു പോയാലോ? തിരിച്ചു പോകാനല്ല, കുറച്ച് സാധനങ്ങളൂടെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളുണ്ട് ഇവിടുന്ന്. തേക്കോൾ മാനിറച്ചി, ആട്ടിറച്ചി, ഓട്ടോ കളക്ഷൻ കൊടുത്തിട്ടുണ്ട്. നോക്കട്ടെ. യൂസ് ഓട്ടോ കളക്ഷൻ കൊടുത്തു. പെട്ടിയിൽ എന്താ നോക്കട്ടെ. ടേക്ക് ഓൾ എക്യൂപ്പ്. അയ്യോ, ഗണ്ണ് പോവും, പറ്റില്ല. ഗണ്ണ് കളയാൻ പറ്റില്ല. ടോക്കൻ്റെ കൂടെ കൊടുക്കും. യൂസ്. തൽക്കാലം നമുക്ക് ഇത് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഇനി നമ്മളിവിടെ നിന്ന് ഇറങ്ങി നേരെ എവിടെ പോകുന്നു? നമ്മുടെ ഗ്യാസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. ഇത് ഗ്യാസ് സ്റ്റേഷൻ നമ്മൾ പോവാണ്. ഗ്യാസ് സ്റ്റേഷൻ അക്രമങ്ങൾ. ടോക്ക് ടു ദ ഗ്യാസ് സ്റ്റേഷൻ ഓണർ. എന്നാ ഈ സൗഖ്യമാ? യെസ്, കിട്ടി, അമ്മമാരെ കിട്ടി. നല്ല പെടപടച്ചു, പക്ഷേ ചത്തുപോയി. ഇനി എന്താ വേണ്ടി? യെസ്, അതെനിക്കറിയാം, ഇയാൾ പറയണ്ട കേട്ടോ. ഞാൻ അതുകൊണ്ട് ഈ സ്പിന്ന് ചെയ്യുകയും ചെയ്യും, ഞാൻ ഇവിടുന്ന് നേടിപ്പോവുകയും ചെയ്യും സ്പിൻ. സോ നമുക്ക് ചറപറ സ്പിൻ ചെയ്യാം. 50 വെച്ച് സ്പിൻ ചെയ്യാം. നത്തിങ്. കുറച്ച് സ്പിൻ ചെയ്യാം, തീർന്നു പോകും. ഓക്കെ, യെസ്, കുറച്ചുകൂടെ ക്യാപ്പ് കിട്ടി. ഒന്നും കിട്ടിയില്ല. ജാക്ക് പോട്ട് അടിക്കുന്നില്ലല്ലോ. കമോൺ. ലാസ്റ്റാണ് ജാക്ക് പോട്ട്. കോയിനില്ല. ആയിക്കോട്ടെ, സോറി അണ്ണാ, നിങ്ങളുടെ ഈ പറ്റീരിനകത്ത് ഞാനും ട്രാപ്പായി പോയി. ഒന്നുമില്ല, പോട്ടെ. വെറുതെ പോയി. അവന്മാരെ അടികൊണ്ട് ചത്ത്. ഉള്ള നല്ല വെപ്പണും പോയി. നീ ഓട്. അറ്റ്ലീസ്റ്റ് ഇവിടെയെങ്കിലും എന്നെ കേട്ടൂടെ? ആ, ലിസ്റ്റിലില്ല. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഉള്ള റൈഡേഴ്സിനെല്ലാം സാധനങ്ങൾ കൊണ്ടുപോകാൻ വരെ മുതലാളിയും പറ്റിച്ച് സാധനം കൊണ്ടുപോകുന്നുണ്ടല്ലോ. ഗെറ്റ് ക്ലോവർ ഇൻ ദ സ്ലോട്ട് മെഷീൻ. വാട്ട് ഈസ് ദിസ്? എന്താ കാണിക്കുന്നത് നോക്കട്ടെ. ക്യാപ്സ്. ലാസ്റ്റ് സ്പിൻ അതില്ല. ഓക്കെ, നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. പറഞ്ഞിട്ടെന്താ കാര്യം? ഒരു കാര്യമില്ല.
ഇവിടുന്ന് നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചു പോയുള്ള റിസോഴ്സൊക്കെ നമുക്ക് അവിടെ വയ്ക്കാം. ഷോമി 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 ഫൺ ബോയ്. ഫൺ ബോയോടെ പോയിട്ട് സാധനം അടിച്ചുകൊണ്ട് വരാൻ പറ്റുമോ നോക്കട്ടെ. ഫൺ ബോയ് ഒപ്റ്റൈൻ്റെ സപ്ലൈസിന് ഡീലർ ജോ വേണ്ട ഡീലർ ജോ തേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു അങ്ങേയറ്റം തേപ്പുള്ളൊരുത്തെ. ഇവിടെ പോയി ഇത്രയും സാധനങ്ങൾ കിട്ടും, പക്ഷെ നല്ല അടിയും കിട്ടുന്നിപ്പോൾ. നമ്മൾ നേരെ പോകുന്നു. നമുക്കവിടെ പോകാം. മീൻസ് നമ്മുടെ ഈ എയർ ഡ്രോപ്പിൻ്റെ അടുത്ത് പോവാം, പക്ഷേ കയ്യിലുള്ള ലൂട്ടുകൾ പോവും. നമുക്ക് തൽക്കാലം അത് വീട്ടിൽ വെച്ചിട്ട് സേഫ് ആക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതെന്താ ഇവിടെ ഇൻബോക്സിൽ എന്തോ വന്നിട്ടുണ്ടല്ലോ. ടേക്ക് ആയുധം. നമ്മളിപ്പോൾ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. സോ നമ്മൾ തിരിച്ചു വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ വയ്ക്കുന്നു. ഇത് വയ്ക്കാനുള്ള സ്ഥലമില്ല. ഐ സി. വെള്ളം പിടിക്കണം നമുക്ക് പുറത്തുനിന്ന്. ഇപ്പം റെഡിയായില്ലേ? ഇവിടെ റിസോഴ്സസ് നമ്മൾ തിരിച്ചു വയ്ക്കുന്നു. റിസോഴ്സസ് വയ്ക്കുന്നു. ഇനിയുള്ളത് കല്ലും തടിയും സാധനങ്ങളൊക്കെ തിരിച്ചു വയ്ക്കണം. ഇത് നമ്മൾ വെച്ചു. ഇനി ഇതെന്താ ചെയ്യാൻ പറ്റുന്നത്? എന്തോ ആണ്. ഈ പേപ്പർ ഐറ്റംസ് എല്ലാം നമ്മളിവിടെ കയറ്റിക്കാം. ഇനി റെയിൻ ക്യാച്ചറിൽ നമ്മൾ ഈ സാധനം ഫില്ല് ചെയ്യാൻ വയ്ക്കുന്നു. ഇതെടുത്ത് കളയാം. മെഡിസിനൊന്നും വെക്കാനില്ല. ബാൻഡേജ് പക്ഷേ ഉണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് നോക്കാം. തിരിച്ചു വെച്ചില്ല. അത് തിരിച്ചു വെക്കാനുണ്ടോ? തിരിച്ചു വെച്ചോ. സോ ഈ വെള്ളം തിരിച്ചു വെക്കാനുണ്ട്. യൂസ് ആയിക്കോട്ടെ. ഇവിടുന്ന് ഈ സാധനം റെഡിയായി കിട്ടിയല്ലേ? യെസ്. നമുക്കെന്തെങ്കിലും ബിൽഡ് ചെയ്യാനുണ്ടോ വെച്ചിട്ട്? ഫയർ ക്യാറ്റ് സംഭവങ്ങൾ, വർക്ക് ബെഞ്ച്. ഓക്കെ, നോ പ്രോബ്ലം. ഇനിയുള്ളത് ഓക്കെ. ചാർക്കോളില്ല, അതാണ് വാവ് പറഞ്ഞത് അല്ലേ? ചാർക്കോൾ സെറ്റ് ചെയ്യാം. കുക്കായിക്കോളൂ. ഇവിടെ എന്താ കാണിക്കുന്നത് ആവട്ടെ? നോ, ഗ്യാസ് സ്റ്റേഷനിൽ തിരിച്ചു പോകുന്നില്ല. റൈഡേഴ്സ് ക്യാപ്ചർ ഗ്യാസ് സ്റ്റേഷനിൽ തിരിച്ചു പോയതാണ്. ചെയ്യാനായിട്ടുള്ള കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു, പക്ഷേ നമുക്കിനി ചെയ്യാനുള്ളത് വർക്കേഴ്സ് ബെഞ്ച്, സ്റ്റോൺ കട്ടർ ബെഞ്ച്, ഗൺസ്മിത്ത് ബെഞ്ച്, വർക്ക് ബെഞ്ച്. അതിൽ ഈ ഐറ്റം മിസ്സിംഗ് ആണ്. ഈ ഐറ്റം വേണം. ഇങ്ക്, അത് നമ്മുടെ അടുത്ത് അധികം ഇല്ലയെന്ന് തോന്നുന്നു. നമുക്ക് കിട്ടുമ്പോഴും നമ്മളത് എടുത്തിട്ടുമില്ല. പിന്നെ ഉള്ളത് പെട്ടിക്കൊരു പെയിൻ്റ് അടിക്കാം, ബ്ലാക്ക്. കാണാൻ ഇത്തിരി സെറ്റപ്പ് ആയിരിക്കട്ടെ. ഗൈസ്, ഇത് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഈ വാള് നമ്മൾ സെറ്റ് ചെയ്യണോ വേണ്ടതെന്നുള്ളവരൊന്ന് പറയണേ. കാരണം എപ്പോൾ ചെയ്ത് കഴിഞ്ഞാലും സോംബീസ് ഒന്നും ഇതെല്ലാം നശിപ്പിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്
നല്ല ലെവൽ 3 or 4 ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്താൽ മതി എന്നാണ് കരുതിയത്. കുറച്ചുകൂടി ലോക്കൊക്കെ കിട്ടിയിട്ടേ. ഇനി നമുക്ക് ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നല്ലോ, പോയി എല്ലാവരും. വാവ്, മീറ്റ്. നമ്മൾ മീറ്റ് കൊണ്ടുവന്ന് പട്ടിക്കുട്ടി പോയിട്ടില്ല. ബോയ്സ് 37 മിനിറ്റ്. നമുക്ക് ലാവിഷായി ഭക്ഷിക്കാനുള്ളതുണ്ട്. ഭക്ഷിക്കാൻ 15 ആയിക്കോട്ടെ. ഓക്കെ, സോ നമുക്കിനി ചെയ്യാനുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മുടെ നെക്സ്റ്റ് മിഷൻ എന്താ നോക്കട്ടെ. പുട്ട് ടുഗദർ മാപ്പ് ഓഫ് 12 ഫ്രാഗ്മെൻറ്റ്സ്. ഓക്കെ, റിട്ടേൺ ടു ദ ഗ്യാസ് സ്റ്റേഷൻ, ബിൽഡ് എ വർക്ക് ബെഞ്ച്. വർക്ക് ബെഞ്ച് ഉണ്ടാക്കേണ്ടതുണ്ട് ബ്രോ, പക്ഷേ ഒന്നും ചെയ്യാനില്ല നിലവിലെ സാഹചര്യത്തിൽ. നമുക്ക് ജസ്റ്റ് മറ്റേ ലൂട്ടും കൂടി എടുക്കാൻ പോവാം. ഏതാ? നമ്മുടെ എയർ ഡ്രോപ്പ്. സോ യു ഗൈസ്, സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ. നിങ്ങളുടെ കമൻസുകളെല്ലാം അറിയിക്കുക. നമ്മളതുപോലെ സെറ്റായിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.